ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ഉള്ളിൽ നമുക്ക് പോലും അത്ര പിടികിട്ടാത്ത ഒരു രഹസ്യമുണ്ട്. ഒരുതരം എനർജി മാപ്പ്. പണ്ട് പുരാതന യോഗികൾക്കൊക്കെ അറിയാമായിരുന്ന ഒരു സിസ്റ്റം. ഈ സിസ്റ്റം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഈ ഒരു കണ്ടെത്തലിലേക്ക് നമുക്ക് ഒരുമിച്ചിറങ്ങിച്ചെല്ലാം. അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെന്നു പറഞ്ഞാൽ ഈ കാണുന്ന ശരീരം മാത്രമാണോ? അതോ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്തെങ്കിലും കൂടി നമ്മളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? കാരണം പുരാതന ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഥയുടെ തുടങ്ങുന്നതേയുള്ളൂ എന്നാണ്. അങ്ങനെയെങ്കിൽ ആരാണ് നമ്മൾ ശരിക്കും? ഇവിടെയാണ് സൂക്ഷ്മ ശരീരങ്ങൾ അല്ലെങ്കിൽ സട്ടിൽ ബോഡീസ് എന്ന ആശയം വരുന്നത്. നമുക്കിങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, അതൊരു ബൾബിന്റെ ഗ്ലാസ് പോലെയാണെന്ന് വിചാരിക്കുക. പക്ഷെ അതിനെ പ്രകാശിപ്പിക്കുന്ന വൈദ്യുതി പോലെ അതിനെ പൊതിഞ്ഞും അതിലൂടെ ഒഴുകിയുമൊക്കെ ഒരുപാട് എനർജി ലെയറുകൾ, അതായത് ഊർജ്ജപ്പാളികളുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും 4 ലെയറുകളുണ്ട്. ഒന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഫിസിക്കൽ ബോഡി, ഭൗതിക ശരീരം. അതിന് ജീവൻ കൊടുത്ത് നിലനിർത്തുന്നതാണ് രണ്ടാമത്തെ ലെയർ, ഊർജ്ജ ശരീരം. പിന്നെ വരുന്നത് നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങളുടെയൊക്കെ ലോകമായ ആസ്ട്രൽ ബോഡിയാണ്. അതിനു മുകളിൽ നമ്മുടെ ചിന്തകളും ബുദ്ധിയുമെല്ലാം ചേർന്ന മാനസിക ശരീരം. ഓരോന്നും അടുത്തതിൻ്റെ ഉള്ളിലായി ഒന്നിനൊന്ന് കണക്റ്റഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ ശരീരവും ഒരു എനർജി ഫീൽഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കൊരൊറ്റ ഓറയല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഓരോ പാളിക്കും അതിൻ്റേതായ ഒരു പ്രഭാവലയം, ഒരു ഓറയുണ്ട് എന്നർത്ഥം. ശരി, അപ്പം നമുക്ക് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലെയറിലേക്ക് ഫോക്കസ് ചെയ്യാം. ഊർജ്ജ ശരീരം നമ്മുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിൻ്റെ, അതായത് ഭൗതിക അസ്തിത്വത്തിൻ്റെ അടിത്തറയായിട്ട് ഇതിനെ നമുക്ക് കാണാം. ഈ ഊർജ്ജ ശരീരത്തിന് ബയോപ്ലാസ്മിക് ബോഡി എന്നൊരു ശാസ്ത്രീയമായ പേരുകൂടിയുണ്ട് കേട്ടോ. ബയോ എന്ന് വെച്ചാൽ ജീവൻ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ജീവനുള്ള ഊർജം കൊണ്ട് നിർമ്മിച്ച ഒരു ശരീരമാണ്. ഇനിയാണ് ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വരുന്നത്. നമ്മുടെ ഊർജ്ജ ശരീരമാണ് ഈ കാണുന്ന ഭൗതിക ശരീരത്തിന്റെ ബ്ലൂ പ്രിന്റ്. അതിൻ്റെ അർത്ഥമെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ എനർജി ബോഡിയിൽ ഒരു പ്രശ്നം വന്നാൽ അതധികം വൈകാതെ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഒരു അസുഖമായിട്ട് പുറത്തുവരും. നേരെ തിരിച്ചു ചിന്തിച്ചാലോ, നമ്മുടെ ഊർജ്ജത്തെ ശുദ്ധീകരിക്കാൻ പറ്റിയാൽ ശരീരം തനിയെ ഹീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോ ഈ എനർജി ബോഡിയുടെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇത് പ്രപഞ്ചത്തിൽ നിന്ന് പ്രാണൻ അഥവാ ലൈഫ് എനർജി വലിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നു. 2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിനൊരു ബ്ലൂ പ്രിൻ്റായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. 3. ചക്രങ്ങളിലൂടെ നമ്മുടെ ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ 4. ഒരു ഇൻവിസിബിൾ ഷീൽഡ് പോലെ, അതായത് അദൃശ്യമായ ഒരു കവചം പോലെ രോഗാണുക്കളിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ ഈ ചർച്ചയുടെ ശരിക്കുള്ള കേന്ദ്രബിന്ദുവിലേക്ക് വരുന്നത്. ചക്രണൻ, നമ്മുടെ ശരീരത്തിലെ പവർ സ്റ്റേഷനുകൾ എന്നു വേണമെങ്കിൽ ഇവയെ വിളിക്കാം. നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എനർജിയെ മാറ്റിയെടുക്കുന്ന ട്രാൻസ്ഫോമറുകളാണ് സത്യത്തിലിവ. അപ്പോൾ എന്താണ് ഈ ചക്രമെന്ന് പറയുന്നത്? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ എനർജി ബോഡിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജകേന്ദ്രം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹൃദയം, കരൾ പോലുള്ള ഓർഗൻസിനെ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ സന്തോഷം, ദുഃഖം, ഭയം, ഈ മാനസികാവസ്ഥകളെയും ഇത് നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരേ ഒരു സെന്റർ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. അത്ഭുതം തന്നെയല്ലേ? ഇവിടെ കാണുന്ന ഈ കണക്കുകൾ നമ്മളെ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. നോക്കൂ, ഒരാളുടെ ആന്തരികമായ വളർച്ച അയാളുടെ ചക്രങ്ങളുടെ വലിപ്പത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു സാധാരണ ആളിൽ 3-4 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ചക്രങ്ങൾ വളരെ ഉയർന്ന തലത്തിലുള്ള യോഗികളിലൊക്കെ 18 ഇഞ്ചിൽ കൂടുതൽ വികസിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും നമ്മുടെ എനർജി സിസ്റ്റത്തെ ഇത്രത്തോളം മാറ്റാൻ ശക്തിയുണ്ടെന്നത് അതിശയകരം തന്നെയല്ലേ? ശരി, ഇനി നമുക്കൊരു ചക്രത്തിന്റെ ഉള്ളിലേക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ? അതിന്റെ ഭാഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കാണാം. ഏകദേശം ഒരു താമരപ്പൂ പോലെയാണ് ഒരു ചക്രത്തിന്റെ ഘടന. അതിന് പല ഭാഗങ്ങളുണ്ട്. പുറത്ത് ദളങ്ങൾ, അതിനുള്ളിൽ ഒരു സംരക്ഷണ വല, പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കാമ്പ്, അതിൽ നിന്ന് പോകുന്ന ഒരു തണ്ട്, പിന്നെ ഊർജ്ജനാഡികളുമായി കണക്ട് ചെയ്യുന്ന ഒരു വേര്. ഇതിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. നമുക്കതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതാണ് ഈ സംരക്ഷണ വല അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് വെബ്. പേര് പറയുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പണി. പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെയും മോശം സ്വാധീനങ്ങളെയും ഒക്കെ അരിച്ചുമാറ്റി ഒരു ഫിൽട്ടർ പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടെയാണൊരു പ്രശ്നം. നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ, അടക്കിവെച്ച ദേഷ്യം, നമ്മുടെ ചീത്തശീലങ്ങൾ, ഇതെല്ലാം ഈ സംരക്ഷണ വലയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ വിള്ളലുകളിലൂടെയാണ് മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കയറുന്നത്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ നമുക്കൊരു ക്ഷീണം തോന്നും. ഒരുപക്ഷേ അതിൻ്റെയൊക്കെ ഒരു കാരണം ഇതായിരിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു അതീന്ദ്രിയ ജ്ഞാനമുള്ള, അതായത് ഒരു ക്ലെയർവോയിന്റ് ആയ ഒരാൾക്ക് ഈ സംരക്ഷണ വലയെ ഒരു വാതിൽ പോലെ ഇഷ്ടമുള്ളപ്പോൾ തുറക്കാനും അടയ്ക്കാനും പറ്റും. പക്ഷേ ഭയങ്കരമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാളുടെ സംരക്ഷണ വലയിൽ ദ്വാരങ്ങൾ വീണ് അതെപ്പോഴും തുറന്ന അവസ്ഥയിലായിരിക്കും. ഇതവരെ പുറത്തുനിന്നുള്ള നെഗറ്റീവ് സ്വാധീനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇരയാക്കുന്നു. ഇനി എല്ലാവർക്കും സാധാരണയായി ഉണ്ടാകുന്നൊരു സംശയമുണ്ട്. ശരിക്കും എത്ര ചക്രങ്ങളുണ്ട്? നമ്മൾ കേൾക്കുന്ന പോലെ 7 അതോ അതിൽ കൂടുതലുണ്ടോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അതിനു മുൻപ് ഈയൊരു ഉദ്ധരണി ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അറിവ് എന്ന് പറയുന്നത് ഒരിടത്തും കെട്ടിനിൽക്കുന്ന ഒന്നല്ല. അതെപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കും. ഒരു കാലത്ത് നമ്മൾ ശരിയെന്ന് കരുതിയതിനേക്കാൾ ഉയർന്ന ഒരു സത്യം പിന്നീട് വെളിപ്പെട്ടെന്നും വരാം. അപ്പോ സത്യത്തിന്റെ ആദ്യത്തെ തലം ഇതാണ്. നമ്മളിൽ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള 7 ചക്രങ്ങളുടെ സിസ്റ്റം. പണ്ടുകാലത്ത് ഇതൊരു രഹസ്യ അറിവായിരുന്നു. പക്ഷേ അറിവ് അവിടെ കൊണ്ട് നിന്നില്ല. പിന്നീട് ഭഗവത്ഗീതയിലൊക്കെ ശ്രീകൃഷ്ണൻ 9 കവാടങ്ങളുള്ള ഒരു നഗരത്തെപ്പറ്റി പറയുന്നുണ്ട്. ഇത് 9 ചക്രങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതും കഴിഞ്ഞ് ഉപനിഷത്തുകളിലും കബ്ബാല പോലുള്ള മറ്റ് തത്വചിന്തകളിലുമൊക്കെ കൂടുതൽ പഠനങ്ങൾ വന്നപ്പോൾ 11 പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള അറിവ് പുറത്തുവന്നു. ഇതാണ് സത്യത്തിന്റെ അടുത്ത ലെവൽ. അപ്പോ ഏതൊക്കെയാണ് ആ 11 പ്രധാന ചക്രങ്ങൾ? നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ക്രൗൺ ചക്രത്തിൽ തുടങ്ങി നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള ബേസിക് ചക്രം വരെ നീളുന്ന ഒരു ശൃംഖലയാണിത്. ഇതിൽ ഓരോ ചക്രവും നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഗ്ലാൻഡുകളെയും ഓർഗൻസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരം മുഴുവൻ ഈ എനർജി സെന്ററുകളുമായി കണക്റ്റഡാണ്. പക്ഷേ കഥ ഇവിടെയും തീരുന്നില്ല കേട്ടോ. അറിവ് എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ചില ഗ്രന്ഥങ്ങളനുസരിച്ച് നമ്മുടെ തലയിൽ നിന്ന് ഏകദേശം 12 ഇഞ്ച് മുകളിലായി ഒരു 12ാമത്തെ ചക്രം കൂടിയുണ്ടത്രേ. ഒരുപക്ഷേ ആത്മീയതയുടെ അടുത്ത സ്റ്റെപ്പ് ഇതായിരിക്കാം. അപ്പോൾ ഇത്രയും കേട്ടുകഴിയുമ്പോൾ നമ്മൾ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഈ എനർജി ബോഡി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണെങ്കിൽ, ആ ബ്ലൂ പ്രിന്റ് വെച്ച് നമ്മൾ ഓരോരുത്തരും എന്താണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു.